നാളെ ഉച്ചയ്ക്ക് കൃത്യം 12 മണി. ലോകം ശ്വാസമടക്കി പിടിച്ച് കാത്തിരിക്കുന്ന ആ ഡെഡ്ലൈൻ. അമേരിക്കൻ ഭരണകൂടം ഇറാനോട് ഒരു മറുപടി പറയണം. ഇല്ലെങ്കിൽ ഗൾഫ് മേഖലയിലെ പ്രമുഖ യൂണിവേഴ്സിറ്റികൾക്ക് നേരെ വൻ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ വെല്ലുവിളി. 1 കിലോമീറ്റർ ദൂരത്തേക്ക് മാറാൻ ജീവനക്കാരോടും വിദ്യാർത്ഥികളോടും ഇറാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. സിനിമാ കഥയെ വെല്ലുന്ന ഈ അന്താരാഷ്ട്ര രാഷ്ട്രീയ ത്രില്ലർ ഇപ്പോൾ ചൂടേറിയ ചർച്ചയാണ്. ടെഹ്റാനിലെ സയൻസ് ആൻഡ് ടെക്നോളജി യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള ഇറാന്റെ 2 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേരെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയ മിസൈൽ ആക്രമണമാണ് ഈ പുതിയ ട്വിസ്റ്റിന് പിന്നിൽ. കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചുവെങ്കിലും ഭാഗ്യവശാൽ ആളപായം സംഭവിച്ചില്ല. എന്നാൽ ഇറാൻ ഇതങ്ങനെയങ്ങ് വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ല. അമേരിക്കൻ നടപടിയെ മാർച്ച് 30 ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പ് ഔദ്യോഗികമായി അപലപിക്കണം എന്ന തീവ്രമായ ആവശ്യം അവർ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. അപലപിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഗൾഫ് മേഖലയിലെ അമേരിക്കൻ യൂണിവേഴ്സിറ്റികൾക്ക് നേരെ തിരിച്ചടി ഉറപ്പാണെന്നാണ് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഖത്തറിലെ ടെക്സസ് A&M UAEയിലെ യൂണിവേഴ്സിറ്റി തുടങ്ങിയ ലോകോത്തര നിലവാരമുള്ള ക്യാമ്പസുകളാണ് ഇപ്പോൾ ഭീഷണി നേരിടുന്നത്. യൂണിവേഴ്സിറ്റികളിലെ ജീവനക്കാരും പ്രൊഫസർമാരും വിദ്യാർത്ഥികളും എത്രയും പെട്ടെന്ന് ക്യാമ്പസുകളിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരം മാറി നിൽക്കണമെന്നും ഇറാൻ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ മുന്നറിയിപ്പ് എത്രത്തോളം ഗൗരവമുള്ളതാണെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു വശത്ത് പഠനവും ഗവേഷണങ്ങളുമായി മുന്നോട്ടു പോകുന്ന യൂണിവേഴ്സിറ്റി ജീവിതം, മറുവശത്ത് അപ്രതീക്ഷിത ആക്രമണ ഭീഷണി. ഈ ഡെഡ് ലൈൻ കഴിയുമ്പോൾ ഗൾഫ് മേഖലയിൽ എന്ത് സംഭവിക്കുമെന്ന ആകാംക്ഷയിലാണ് ലോകം മുഴുവൻ. അതേസമയം ഒരു ഭാഗത്ത് പെന്റഗൺ ഇറാനിൽ കരയാക്രമണത്തിന് തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനിടയിലാണ് കരയിലും കടലിലും സൈനിക നീക്കങ്ങൾക്ക് പിന്തുണ നൽകാനായി രൂപകൽപ്പന ചെയ്ത USS ട്രിപ്പോളി മേഖലയിലേക്ക് എത്തിച്ചേർന്നത് എന്നത് ശ്രദ്ധേയമാണ്. 3500ഓളം സേനാംഗങ്ങൾക്ക് പുറമെ F-35 സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകൾ ഉൾപ്പെടെയുള്ള യുദ്ധോപകരണങ്ങളും കപ്പലിൽ എത്തിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇറാനിൽ ആഴ്ചകളോളം നീണ്ടുനിൽക്കുന്ന കരയുദ്ധത്തിന് പെന്റഗൺ തയ്യാറെടുക്കുന്നതായി വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ കരസേനയെ വിന്യസിക്കാനുള്ള പദ്ധതികൾക്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അംഗീകാരം നൽകുമോ എന്നത് ഇപ്പോഴും അനിശ്ചിതമായി തുടരുകയാണെന്ന് US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം US ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള വിവരമനുസരിച്ച് നിലവിലെ പദ്ധതികൾ സൂചിപ്പിക്കുന്നത് കരയുദ്ധം എന്നത് പൂർണ്ണമായ അധിനിവേശമായിരിക്കില്ല, മറിച്ച് പ്രത്യേക ദൗത്യ സംഘവും കരസേനയും സംയുക്തമായുള്ള ഒരു ആക്രമണമായിരിക്കുമെന്നാണ്. നിലവിൽ കരസേനയുടെ സഹായമില്ലാതെ തന്നെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുമെന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വെള്ളിയാഴ്ച പറഞ്ഞിരുന്നു. എന്നാൽ പ്രസിഡന്റ് ട്രംപിന് സാധ്യമായ എല്ലാ സാഹചര്യങ്ങളും തയ്യാറെടുക്കേണ്ടതുണ്ടെന്നും അടിയന്തര ഘട്ടങ്ങളിൽ പ്രസിഡന്റിന് പരമാവധി സാധ്യതകളും സാഹചര്യങ്ങളോട് പ്രതികരിക്കാനുള്ള പരമാവധി അവസരവും നൽകാൻ അമേരിക്കൻ സേന സജ്ജമായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.